ഹാസ്യനടൻ കൊല്ലം സുധിയുടെ വിയോഗത്തിനു പിന്നാലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഭാര്യ രേണു സുധി വീണ്ടും വിവാഹിതയാവാൻ ഒരുങ്ങുന്നു. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് തനിക്കിനി ഒരു കൂട്ടു വേണമെന്ന ആഗ്രഹം രേണു പരസ്യമായി പങ്കുവച്ചത്. ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ നോക്കുന്ന, എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരാളെ വേണമെന്നും തോന്നിത്തുടങ്ങി. ഒരു കൂട്ടു വേണമെന്നും മനസ്സ് ആഗ്രഹിക്കുന്നു. രേണു സുധി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു. ആഗ്രഹിക്കുന്നത് പോലെ ഒരാൾ വന്നാൽ ഇനിയൊരു വിവാഹം സംഭവിച്ചേക്കുമെന്ന് നേരത്തെ രേണു പറഞ്ഞിരുന്നു. വിവാഹം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വീട്ടിലേക്ക് പോവില്ല. അദ്ദേഹത്തിനൊപ്പമായി വേറൊരു വീട്ടിലേക്കായിരിക്കും പോകുന്നത്. അതുപോലെ പേരിലെ സുധിയും മാറ്റും. സുധിച്ചേട്ടനുമായുള്ള വിവാഹശേഷമാണ് പേരിനൊപ്പം സുധി എന്ന് ചേർത്തത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അതുകൊണ്ടാണ് പേര് അതുപോലെ നിലനിർത്തുന്നത്. ഭാവിയിൽ അതിലും മാറ്റങ്ങൾ വന്നേക്കാമെന്ന് രേണു വ്യക്തമാക്കിയിരുന്നു. 2023 ജൂൺ 5-നുണ്ടായ വാഹനാപകടത്തിലാണ് കൊല്ലം സുധി അന്തരിക്കുന്നത്. സുധിയുടെ മരണം കഴിഞ്ഞ് 3 വർഷത്തോടടുക്കുമ്പോൾ രേണുവിനെ സംബന്ധിച്ച് നിരവധി വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിരുന്നു. പുനർവിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ രേണുവിന് നേരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു. താൻ വീണ്ടും വിവാഹിതയാവാൻ സാധ്യതയുണ്ടെന്നും തലയിൽ തട്ടമിടാൻ സാധ്യതയുണ്ടെന്നും രേണു പറഞ്ഞത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോൾ തൻ്റെ ആഗ്രഹം വ്യക്തമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് രേണു സുധി. മലയാളം ടെലിവിഷൻ, സിനിമാരംഗങ്ങളിൽ മിമിക്രിയിലൂടെയും അഭിനയത്തിലൂടെയും തിളങ്ങിയ വ്യക്തിയായിരുന്നു സുധിദാസ് എന്ന കൊല്ലം സുധി. മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവലിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹം സ്റ്റാർ മാജിക് എന്ന ഷോയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു. 40ഓളം സിനിമകളിൽ അഭിനയിച്ച സുധി മരിക്കുമ്പോൾ രേണുവും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം വലിയ തകർച്ചയിലായിരുന്നു. സുധിയുടെ മരണശേഷം അഭിമുഖങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും ശ്രദ്ധിക്കപ്പെട്ട രേണു ഇതിനോടകം 3 സിനിമകളിൽ അഭിനയിച്ചു. കുരുവി പാപ്പയ്ക്ക് ശേഷം ജോഷി ജോൺ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലും ശ്രദ്ധേയമായ വേഷമാണ് രേണു അവതരിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയ റീലുകളിലും ഉദ്ഘാടന ചടങ്ങുകളിലും വിദേശയാത്രകളിലും സജീവമായ രേണുവിനെതിരെ ചിലർ സൈബർ ആക്രമണങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഇതിനോടൊന്നും പ്രതികരിക്കാതെ തൻ്റെ മക്കളുടെ ഭാവി മുൻനിർത്തി മുന്നോട്ടു പോകുകയാണ് അവർ.